السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ജിഹാദിൻ്റെ പാടാണ്. ഇപ്പോൾ ജിഹാദ് എന്തിനാ? ജിഹാദ് എന്ന് പറയുന്നത് അവിശ്വാസികളോട് നടത്തുന്ന പോരാട്ടമാണ്. അൽ അംറും ബിൽ മഅറൂഫ് വന്നഹ്യുൻ അനിൽ മുങ്കർ, ധർമ്മം കൊണ്ട് കൽപ്പിക്കുക, അധർമ്മം വിരോധിക്കുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജിഹാദ് ചെയ്യലാണ്. യുദ്ധം ഇല്ലാതെ ഇസ്ലാമിന് കടന്നു ചെല്ലാൻ കഴിയില്ല. കൊല്ലുക എന്നുള്ളതല്ല ഉദ്ദേശം. ജിഹാദിൻ്റെ ഉദ്ദേശം കൊല്ലലല്ല, ഇസ്ലാമിന് വഴിയൊരുക്കലാണ്. കൊല്ലുക എന്നുള്ളത് തടസ്സം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വരുന്നുള്ളൂ. വർഷത്തിൽ ഒരു വട്ടം ജിഹാദ് നടത്തൽ ഫർള് കിഫായത്താണ്. നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫർള് ഐനാകും. അവരെ രാജ്യത്താണെങ്കിൽ ജിഹാദ് നടത്തൽ ഫർള് കിഫയാണ്. ഫർളു കിഫായത്തിൻ കുല്ല ആമിൻ. ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം രാജ്യത്തേക്ക് എല്ലാ കൊല്ലവും കയറി ചെന്ന് യുദ്ധം നടത്തുക എന്നല്ല. അത് തുഹ്ഫയിലേക്ക് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ ആയുധങ്ങളും നമ്മുടെ ശക്തിയും ശക്തിപ്രകടനവും നടത്തുക. അതൊരു ശരിക്കൊരു യുദ്ധത്തിൻ്റെതായിട്ടാണ് ശത്രുക്കൾക്ക് തോന്നുക. നമ്മൾ ശക്തി പ്രാപിക്കുന്നത് അവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ നമ്മൾ ആക്രമിക്കും. അപ്പോൾ ഒരു ജിഹാദ് അവിടെ രൂപപ്പെടും. അതാണിപ്പോൾ ലോകത്തൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഇറാനൊക്കെ ഒരു സൈനിക ശക്തിയാകുന്ന അവർക്ക് കാണാൻ പറ്റില്ല. സ്വന്തം രാജ്യത്ത് സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നത് ഒരു വൻ ശക്തിയായിട്ട് ഉയർന്നു വരുന്നത് മറ്റൊരു അനിസ്ലാമിക രാജ്യങ്ങൾക്ക് ഇസ്ലാമിനെ അവർ ഭയക്കുന്നു. അപ്പോൾ യുദ്ധം ചെയ്യും. അപ്പം അതാണ് അതിൻ്റെ ഉദ്ദേശം. ജിഹാദ് കൊണ്ട് ഫർള് കിഫ വിടാൻ ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന പരേഡൊക്കെ കണ്ടില്ല, ആ ഒരു പരേഡ് നടത്തുക, അതിർത്തിയിൽ നടത്തണം, ശത്രുക്കൾ കാണുന്ന വിധത്തിൽ. ഏതുപോലെ അപ്പോൾ അവിടെ ഫർള് കിഫയാണ് കുല്ല ആമിൻ, എല്ലാ കൊല്ലവും എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരുപാട് ഫർളൈനുകളോട് എണ്ണി പറയുകയാണ്. ഒന്ന്, ദീനിൻ്റെ തെളിവുകൾ സ്ഥാപിക്കുക എന്നത്. ഖിയാമിൻ ബി ഹുജജിൻ ദീനിയ. ദീനിൻ്റെ ഹുജ്ജത്തുകളിൽ, ദീന് പറയുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളുടെ തെളിവുകൾ ഇവിടെ ആർക്ക് മുന്നിലും അതിജയിച്ച് നിൽക്കുക. അങ്ങനെ ഖിയാമിൻ ബി ഹുജജിൻ, ആ ലക്ഷ്യങ്ങളെ നിലനിർത്തുക എന്നത്. അല്ലാഹു തആല ഉണ്ട്, അവൻ ഏകനാണ്, നബി എന്നുള്ളതുണ്ട്, അള്ളാഹിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ ദൂതരാണ്, സ്വർഗം നരകം ഹിസാബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണം. അത് നിഷേധിക്കുന്ന ആളുകൾ ഇപ്പോൾ നിരീശ്വരവാദികളുണ്ടല്ലോ. നിരീശ്വരവാദികളുണ്ട്, സ്വതന്ത്രവാദികളുണ്ട്. നിരീശ്വരവാദികൾ അള്ളാഹിനെ തന്നെ നിഷേധിക്കും. സ്വതന്ത്രവാദികൾ ഇത്തരം ഒരു നിയമങ്ങളെ മൊത്തം, ഒരു ഇസ്ലാമിക നിയമത്തെ തന്നെ നിഷേധിക്കും. അപ്പോൾ വിശ്വാസം, ദീനീയത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസപരമായിട്ട് ഇവിടെ ഇസ്ലാം നിലനിൽക്കുന്നതിനാവശ്യമായ തെളിവുകൾ സ്ഥാപിക്കുക. ഇത് ഫർള് കിഫയാണ്. ഇതിന് കഴിയുന്ന പണ്ഡിതന്മാരില്ലെങ്കിൽ ആ നാട്ടുകാർ ഫർള് കിഫ വീട്ടാത്തവരാവുകയും മൊത്തം പണ്ഡിതന്മാർ കുറ്റക്കാരാവുകയും ചെയ്യും. പണ്ഡിതന്മാർ മാത്രമല്ല, നാടന്മാരൊക്കെ. അതിനായി കിതാബ് പഠിക്കണം എന്ന് പറയാൻ കാരണം ഉലൂമിൻ ശർഇയ്യ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ സാധിക്കാം. ഒരുപാട് സോഴ്സുകളുണ്ടല്ലോ വായിച്ച് മനസ്സിലാക്കാനൊക്കെ. കിതാബ് തിരിഞ്ഞാൽ പിന്നെ അഖീദ പഠിച്ചാൽ മാത്രം പോരാ. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ, വിശ്വാസപരമായ കാര്യങ്ങളെ തെളിവുകൾ കൊണ്ട്, അഖ്ലിയായ ശർഇയ്യായ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാനും കഴിയണം. ഉലൂമിൻ ശർഇയ്യ. ശർഇയ്യ ഇൽമുകളും അങ്ങനെ തന്നെയാണ്. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്. അതായത് ഒരു ഖാദിയാകുന്നതിനും ഫത്വ കൊടുക്കുന്നതിനും പറ്റുന്ന വിധത്തിലുള്ള ശർഇയ്യായ ഇൽമുകൾ ഇവിടെ നിലനിർത്തുക എന്നത്.
സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടും മറ്റുമൊക്കെ. ഖളാഇനും ഇഫ്താഹിനും പറ്റുക എന്ന് പറഞ്ഞാൽ മുജ്തഹിദാകുക എന്നല്ല, അതേതായാലും ഇപ്പോൾ രണ്ടിനും പറ്റൂല. അപ്പോൾ കഴിയുന്ന വിധത്തിൽ പാണ്ഡിത്യം നേടുക എന്നർത്ഥം. കാരണം ഇത്തിഹാദ് മുത്ലഖ് ഹിജ്റ 300 മുതൽ മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് കിതാബിൽ കാണുന്നുണ്ട്, ഷാഫി ഇമാമിനെ പോലെയുള്ള ആളുകൾ. അപ്പം മുഴുവൻ കഴിയില്ലെങ്കിൽ കഴിയുന്ന കോലത്തിൽ ശറഈയ ഇൽമുകൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. തഫ്സീറും ഹദീസും ഫിഖ്ഹും ഒക്കെ അറിയുന്ന ആളുകൾ. ശറഈയ ഇൽമു പറഞ്ഞാൽ 3 എണ്ണമാണ്: തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്. അതും അത്യാവശ്യമായതിനോട് ബന്ധപ്പെട്ടതും ഖളാഇനും ഇഫ്താഹിനും ആവശ്യമായതൊക്കെ. അല്ലെങ്കിൽ ആളുകൾക്ക് ദീനിൻ്റെ വിധി കിട്ടാതെ അവർ താന്നോന്നികളായി ജീവിക്കൂലേ? അതിനാണ് നമ്മൾ മദ്രസയും അറബി കോളേജൊക്കെ ഈ ഫർദ് കിഫ വീട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. പള്ളി ദർസുകളൊക്കെ പ്രത്യേകിച്ചും ശറഈയ ഇൽമുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇസ്ലാം നിലനിൽക്കാൻ കാരണം എന്താ? മതസ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ട് ശറഈയ ഇൽമിൻ്റെ ഖിയാമ് നിർവഹിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ യൂറോപ്പിലും സ്പെയിനിലും അമേരിക്കയിലും മറ്റുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ സിറിയയിൽ നിന്നും ഷാമിൽ നിന്നും ഫലസ്തീനിൽ നിന്നും യമനിൽ നിന്നൊക്കെ കുടിയേറിയ ആൾക്കാരാണ്. ഒരു 3 തലമുറ അപ്പുറത്ത് അവരുടെ പേരമക്കളുടെ സ്ഥാനത്തെത്തിയപ്പോൾ അവർക്ക് ദീൻ അറിയില്ല, കള്ളു കുടിക്കുന്നു, പന്നിമാംസം തിന്നൊരു സാഹചര്യം വന്നു. അവർ ഉപ്പാരൊക്കെ വലിയ വണ്ടിയന്മാരായിരുന്നു, അല്ലെങ്കിൽ നല്ല മുസ്ലിമീങ്ങളായിരുന്നു. ഈ യൂറോപ്പിലും ഇവരൊന്നും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാത്തൊരു സാഹചര്യം വന്നപ്പോൾ ദീന് മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മദ്രസയോ ദർസും അറബി കോളേജോ ഒന്നും ഇല്ലാത്തൊരു നാടാണ് നിൽക്കുക. എന്താണ് സംഭവിക്കുക? വളരെ കുറഞ്ഞ കൊല്ലം കൊണ്ട് തന്നെ അവിടുത്തെ ദീനങ്ങ് മരിച്ചു പോകും. അള്ളാഹു കാക്കട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ഉമറാക്കൾ ആ വിഷയത്തിൽ വലിയ സംഭാവനകളാണ്. അതായത് പൈസ ഇറക്കിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന്. അപ്പോൾ അത് 2 കൂട്ടർക്കും നിർബന്ധമാണ്. ഇത് ഉമറാക്കൾക്കും ഉലമാക്കൾക്കും മാസൂമിൻ. അടുത്ത ഫർദ് കിഫ, ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് തടുക്കുക. മാസൂമാന മുസ്ലിമോ ദിമ്മിയോ മുസ്തഗ്മനോ ആയിട്ടുള്ള ഒരാൾക്ക് വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ള ഫർദ് കിഫയാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ വിശന്ന ആൾക്കാരുണ്ടാവും. അപ്പം വിശന്ന ആൾക്കാർക്ക് നാട്ടിൽ ഒരു വിശന്ന് കഴിയുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ കുറ്റക്കാരാവും. ഒരു വർഷത്തെ ജീവിതം കഴിയാൻ ആവശ്യമായ ഫത്ഹുൽ മീൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കിഫായത്ത് സനത്തിന് ഓനും അവൻ്റെ കുടുംബത്തിനും ഒരു വർഷം കഴിയാൻ ആവശ്യമായ സമ്പത്ത് എത്ര വേണോ അത് കഴിച്ചിട്ട് വല്ലതുണ്ടെങ്കിൽ അവൻ ഫർദ് കിഫായൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണ്. അപ്പോൾ നാട്ടിലാരെങ്കിലും ഭക്ഷണം കിട്ടാതെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ഇത് ഭയങ്കര പേടിക്കേണ്ട സംഭവമാണ് കേട്ടോ. ബൈത്തുൽ മാലുമില്ല, സക്കാത്തും തികയാത്തൊരു സാഹചര്യം വന്നത്. സക്കാത്തൊക്കെ അതിനാണ് കൊടുക്കുന്നത്. സക്കാത്തും തികയില്ല, ബൈത്തുൽ മാൽ ഏതായാലും ഇല്ലല്ലോ, ഖജനാവ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാലും മതി, ഓക്കെ. അതൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ തനിക്കും തന്നെ കുടുംബത്തിനും കഴിയാൻ ആവശ്യമായ സമ്പത്ത് കഴിച്ചിട്ട് വല്ലതും ബാക്കിയുണ്ട് ആരൊക്കെ നാട്ടിലുണ്ട് അവരുടെ മേൽ ബാധ്യതയാണ് ദഫ്ഇ മഅസൂം. ഒരു മഅസൂമിൻ്റെ, ഒരു വിശുദ്ധനായ വ്യക്തിയുടെ, വിശുദ്ധനാക്കപ്പെട്ട വ്യക്തിയുടെ എന്ന് വെച്ചാൽ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുടെ, മുസ്ലിമോ നിമ്മിയോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു അസുഖം, രോഗം, വീടില്ലായ്മ, അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ മഹറില്ലായ്മ, അതുപോലെ ചികിത്സ, ബുദ്ധിമുട്ട് ഒഴിവാക്കുക. ചികിത്സ എന്ന് പറഞ്ഞാൽ ഏത് ചികിത്സ ഒക്കെ വിശദീകരിക്കണം, എല്ലാ ചികിത്സയല്ല. അതും ഫർദ് കിഫയാണ്, ജിഹാദ് പോലെ. വഅംരിൻ ബിമഅറൂഫിൻ, ശറഈന്റെ വാജിബായ കാര്യങ്ങൾ കൽപ്പിക്കുക, ഹറാമായ കാര്യങ്ങൾ വിരോധിക്കുക. അംറുൻ ബിമഅറൂഫ്. പക്ഷേ നമുക്ക് അംറുൻ ബിമഅറൂഫ്, ശറഈൽ വാജിബായ കാര്യങ്ങൾ കൽപ്പിക്കലും ഹറാമായ കാര്യങ്ങൾ വിരോധിക്കലും, അത് വിശദമായ വായന ആവശ്യം കേട്ടോ. ഏതെങ്കിലും സുന്നത്തല്ല, നിർബന്ധമായിരിക്കണം.
അത് നിർബന്ധമായ മാത്രം പോരാ, പണ്ഡിതന്മാർക്കിടയിൽ ഏകോപനമുള്ള കാര്യമായിരിക്കണം, അപ്പോഴേ നിർബന്ധമുള്ളൂ. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉള്ള ഹറാമും വാജിബും അതിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യുന്നവൻ്റെ വിശ്വാസത്തിലെങ്കിലും. പിന്നെ പറയുന്നത് എല്ലാവർക്കും നിർബന്ധമല്ല. അമ്രുൽ മാറൂഫ് എല്ലാവരും നടത്തിയ പ്രശ്നമാണ്. അവയവത്തിനോ സ്വത്തിനോ പേടിക്കാത്തൊരു സാഹചര്യം വേണം. എല്ലാവരോടും പറഞ്ഞാൽ കടി കിട്ടും. പിന്നെ പറഞ്ഞാൽ ഒന്നും കൂടിയും വാശി കയറിയിട്ട്, ഇനാദൻ വാശി കയറിയിട്ട് അധികമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പണിക്ക് പോകണ്ടല്ലോ. അപ്പം അതിന് കുറേ നിയമമുണ്ട്. കൈകൊണ്ടാണ് കൽപ്പിക്കേണ്ടത്, വിരോധിക്കേണ്ടത്. പക്ഷേ ഒക്കെ ഭരണാധികാരികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ പറ്റും. പിന്നെ നാവ് അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് സഹായം തേടുക. അതല്ലെങ്കിൽ അങ്കറഹു ബി ഖൽബിഹി, ഹൃദയം കൊണ്ടതാക്കിയതിന് എനിക്കറിയാം. പക്ഷേ അതിന് ബഹസ്തും തജസ്സുസൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എഴുതിയിട്ട് ജനൽ നീക്കി കർട്ടൻ നീക്കിയായിട്ടൊന്നും പരീക്ഷിക്കാൻ പറ്റില്ല. വീടിൻ്റെ ഉള്ളിലേക്കൊന്നും വെറുതെ ധാരണകൾ വെച്ചിട്ട് കയറി പോയായിട്ട് ഓനെന്താടെ പണിയാവും നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരു തെറ്റടക്കുകയാണെങ്കിൽ മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കലൊന്നും നമുക്ക് നിർബന്ധമല്ല. കാരണം ഒക്കെ വേറെ ആളെ വഷളാക്കലാണല്ലോ. ഒക്കെ ഇന്ന രീതിയിലൊക്കെ വളരെ സൗമ്യമായ രീതിയിൽ എന്ത് ചെയ്യുക, പിന്നെ അങ്ങനെ കുറച്ച് വിശദീകരണമുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ തഹമ്മുലി ഷഹാദത്തി, സാക്ഷിത്വം വഹിക്കുക. ഇപ്പോൾ ഒരു പെണ്ണ് ഒരു കുട്ടിക്ക് മുല കൊടുക്കുന്നത് കണ്ടു, ഉമ്മയല്ലാത്ത. അപ്പം മുലകുടി ബന്ധം സ്ഥിരപ്പെടുമല്ലോ. 5 വട്ടം മുല കൊടുക്കുന്നത് കണ്ടാൽ അത് കാണൽ നിർബന്ധമാണ്. കാരണം പിന്നീട് ഈ രണ്ടാളുകൾക്കിടയിൽ ഈ വിവാഹബന്ധം കൊണ്ട് മുലകുടി ബന്ധം കൊണ്ട് വിവാഹമൊക്കെ നിഷിദ്ധാവുമല്ലോ. അപ്പം ഷഹാദത്തിനെ വഹിക്കുക. അപ്പോൾ ആവശ്യപ്പെട്ടാൽ മതി, ഇതാ ഞങ്ങളിങ്ങനെ ഒരു കച്ചവടം നടത്തുന്നുണ്ട്, നീ എന്നെ സാക്ഷിയാകണം എന്ന് പറഞ്ഞു. സാക്ഷിയാക്കണം. കാരണം തർക്കം ഉണ്ടാകുമ്പോൾ കോടതി പോയിട്ട് ആ കച്ചവടം നടന്നില്ലെന്ന് പറയാലോ. അതാണ് സാക്ഷിത്വം വഹിക്കലും. അത് കോടതിയിൽ നിർവഹിക്കലും. ശരി, കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഫർദ് കിഫായാണ്. ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ ഫർദ് അതിനാകും. വേറെയും കുറേ ഉണ്ട്. ഹജ്ജ് നിർവഹിക്കുക, ഉംറ നിർവഹിക്കുക, എല്ലാ വർഷവും ജനാസ തശ്യീഅ് ചെയ്യുക, ഇതൊക്കെ ഫർദ് കിഫയാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തഹമ്മുൽ ഷഹാദത്തിൻ ബാദഇഹ. അടുത്തത് വറദ്ദു സലാമിൻ അൻ ജമ്മിൻ. ഒരു സംഘം ആൾക്കാരാണെങ്കിൽ സലാം വീട്ടിൽ ഫർദ് കിഫയാണ്. ഒരാളാണെങ്കിൽ ഫർദ് അതിനാണ്. ഒരു സംഘത്തിൻ്റെ കാര്യം 2-3 ആളുകളാവുമ്പോൾ സലാം വീട്ടലും ഫർദ് കിഫയാണ്. അല്ലെങ്കിൽ ഒരാൾ സലാം വീട്ടിയാൽ ഫർദ് വിടും. ഒരാളാവുമ്പോൾ സലാം വീട്ടിൽ ഫർദാണല്ലോ. അപ്പോൾ ആരാണോ സലാം വീട്ടിന് അവന് മാത്രമേ കൂലി ഇട്ടുള്ളൂ കേട്ടോ. എല്ലാവരും സലാം വീട്ടിയാൽ എല്ലാവർക്കും കൂലി കിട്ടും. പിന്നെ സലാമിൻ്റെ കുറേ ഹക്കാമുകളവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുന്നത്തായ സലാം മടക്കലാണ് കേട്ടോ. സുന്നത്തല്ലാത്ത സലാം ഉണ്ടാകും, അത് മടക്കൽ നിർബന്ധമൊന്നും ഇല്ല. സുന്നത്തായ സലാമാണ് സ്ത്രീകൾക്ക് സലാം പറയാം, മഹ്റമുകൾക്ക് സലാം പറയാം, ഭർത്താവ് സലാം പറയലൊക്കെ സുന്നത്തായ സലാം തന്നെയാണ്. കണ്ടാൽ ആശിക്കപ്പെടാത്ത വയസ്സത്തിയായ സ്ത്രീ സലാം പറയാം, അതും പെട്ടു. അപ്പോൾ കണ്ടാൽ ആശിക്കപ്പെടാത്ത പ്രായമായ പെണ്ണാണ്, അവിടെയൊക്കെ ഇപ്പോൾ ഒരു പുരുഷൻ സലാം പറഞ്ഞാൽ മടക്കൽ സുന്നത്താണ്. കണ്ടാൽ ആശിക്കപ്പെടുന്ന സ്ത്രീ ആവുമ്പോൾ അവൾ ഒറ്റയ്ക്കാണെങ്കിൽ
അവളെ കൂടെ വേറെ സ്ത്രീകളൊന്നും ഇല്ലെങ്കിൽ അന്യൻ്റെ സലാം മടക്കൽ ഹറാമാണ്, അവർ സലാം പറയലും ഹറാമാണ് എന്നും പറയുന്നുണ്ട്. അവൾ ഒറ്റക്കാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടുമുട്ടി, പിന്നെ അതുപോലെ അങ്ങനെ ഒരു സ്ത്രീ ഒറ്റക്കാകുമ്പോൾ ആ പെണ്ണ് സലാം പറഞ്ഞ മടക്കൽ കറാഹത്താണ്. ഒരു അന്യ പുരുഷൻ എന്ത് ചെയ്തു, ഒരു അന്യ സ്ത്രീക്ക് സലാം പറഞ്ഞാൽ ഒറ്റക്കാകുമ്പോൾ ആ സ്ത്രീ സലാം മടക്കൽ ഹറാമാണ്, അതുപോലെ തന്നെ ആ സ്ത്രീക്ക് സലാം പറയലും ഹറാമാണ്. ഞാൻ പെണ്ണ് സലാം പറഞ്ഞാലോ, അപ്പം സ്ത്രീക്ക് സലാം മടക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ ഒറ്റക്കാവുമ്പോൾ വേറെ സ്ത്രീകളുണ്ടെങ്കിൽ പറ്റും. ഇനി അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ നോക്കുക. സലാമ് പറയൽ മാത്രമല്ല, അയച്ചാലും മടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സലാം അടക്കൽ സലാമിനോട് ചേർന്ന് വരൽ നിർബന്ധം എന്ന് പറയുന്നുണ്ട്. ഈ മാതിരി ഈജാബ് ഉണ്ടായ കബൂല് വേണ്ട, വിറ്റു അറിയുമ്പോൾ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ മാതിരി പിന്നെ സലാം കൊടുത്തയക്കുക. ഇനി അപ്പോൾ മടക്കൽ അങ്ങനെയാണ്, ഒരു സംഘമാകുമ്പോൾ ഫർദ് കിഫയാണ്. വബ്തിദാഹു, സലാം പറയലോ സുന്നത്തുൻ, അത് സുന്നത്താണ്. സലാം പറയൽ സുന്നത്താണ്, ഫാസിഖും മുബ്തദി അല്ലാത്ത കേട്ടോ. ഫാസിഖിന് സലാം പറയില്ല, ഇപ്പം നമ്മളത് നോക്കലില്ല എന്നുണ്ടല്ലേ. ഫാസിഖായാലും ഫാസിഖല്ലെങ്കിലൊക്കെ സലാം പറയുന്ന രീതിയാണ് നമ്മൾ കാണാറുള്ളത്. ഫാസിഖല്ലാത്ത ആൾക്കാർ ആരാപ്പം ഉണ്ടാവുമല്ലേ. ചെറുദോഷങ്ങൾ പതിവാക്കുക, വൻദോഷം ചെയ്യുക, തൗബ ചെയ്യാതിരിക്കുക, അതൊക്കെ ഇപ്പം ഫാസിഖാവുന്നതിനുള്ള കാരണങ്ങളാണല്ലോ. വബ്തിദാഉഹു സുന്നത്തുൻ, അതേമാതിരി തന്നെ മുബ്തദിയും സുന്നത്തുൻ, അത് സുന്നത്താണ് സലാം പറയൽ. ഇന്ന ഔല നാസി ബില്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, ബന്ധപ്പെട്ട ആള്, മൻ ബദഅഹും ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങിയ ആളാണ് എന്ന് ഒരു ഹദീസുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയാം, സലാമുൻ അലൈക്കും എന്ന് പറയാം, അലൈക്കുമുസ്സലാം എന്ന് പറയാം, അലൈക്കും സലാം, ഇതൊക്കെ സലാമിൻ്റെ വേറെ രൂപങ്ങളാണ്. അസ്സലാമു അലൈക്ക എന്ന് പറയാതെ ജമ്മാക്കി അലൈക്കും എന്ന് പറയലാണ് ഉത്തമം. മലക്കുകളൊക്കെ ഉണ്ടല്ലോ, റഹ്മത്തുള്ളാഹി ബറകാതുഹു മഗ്ഫിറത്തു എന്നൊക്കെ കൂട്ടൽ സുന്നത്താണ്. സലാം പറഞ്ഞയച്ചാൽ എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, കാരണം അമാനത്താണ്. അമാനത്ത് വീട്ടിൽ നിർബന്ധമല്ലേ. അല്ലെങ്കിൽ ഒന്നിക്കൽ റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ നിർബന്ധം ഉണ്ടാവില്ല. ഏതായാലും അങ്ങനെ സലാം എത്തിയാൽ ഉടനെ തന്നെ മടക്കൽ നിർബന്ധമാണ്. വാലൈക്ക വാലൈഹിസ്സലാം എന്നാണ് മടക്കേണ്ടത്. വാലൈക്ക വാലൈഹിസ്സലാം, വാലൈക്ക വാലൈഹിസ്സലാം എന്നാണ് മടക്കേണ്ടത്. രണ്ടാൾക്കും സലാം മടക്കുക, എത്തിച്ചെന്നാക്കും. പിന്നെ സലാം സുന്നത്തില്ലാത്ത ഒരാൾക്കാരുണ്ട്. മൂത്രയിക്കുക, കാഷ്ടിക്കുക, ജിമായ, മനോരം ചെയ്യുക, അല്ലെങ്കിൽ തിന്നാ കുടിക്കുക. പറയുമ്പോൾ വായിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേ വിട്ടിട്ടോ, വായിൽ നിന്ന് ഇറങ്ങിയാൽ കുഴപ്പമില്ല. ഫാസിഖിനില്ല, ഫാസിഖിന് സലാം സുന്നത്തില്ല, ഒഴിവാക്കലാണ്. അതേമാതിരി മുബ്തദീനും, ഫാസിഖും മുബ്തദീനും ഒക്കെ ഒരേ ഹുക്കുമാണ്. പക്ഷെ കാരണം ഉണ്ടെങ്കിൽ പറ്റൂ കേട്ടോ. എന്തെങ്കിലും ഫസാദ് പേടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലൊക്കെ അവൻ്റെ ചിലവ് മുടങ്ങുന്നോ, എൻ്റെ സംഭാവന കിട്ടൂല എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിതാബിൽ പറയുന്നുണ്ട്. സ്കരിക്കുന്ന ആൾക്ക്, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക്, ഇഖാമത്ത് കൊടുക്കുന്ന ആൾക്ക്, ഖത്തീബിന്, ഖുതുബ കേട്ടിരിക്കുന്ന ആൾക്ക്, ഇവർക്കൊന്നും സലാം പറയൽ സുന്നത്തില്ല. അവർ മടക്കൽ ഓൽക്കും നിർബന്ധമല്ല.
ഇനി അങ്ങനെ കുറേ വിഷയമുണ്ട്. തഷ്മീത്തി ആത്തിസിൻ, ഇതുപോലെ തുമ്മിയവന് തഷ്മീത്ത് ചെയ്യും പോലെ. അങ്ങനത്തെ തുമ്മിയവന് ഹമിദല്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ച. ആത്തിസ്, അത്തസാറിന് തുമ്മീന, അവന് തഷ്മീത്ത് ചെയ്യലും ഏതാണ്? സുന്നത്താണ്, സുന്നത്ത് കിഫായത്താണ്. ഒരാളാണ് കേട്ടെങ്കിൽ അയാൾക്ക് സുന്നത്ത് അയിനാണ്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ അതിനെ റഹ്മുക്കല്ലാ എന്ന് പറയൽ ഫർദ് സുന്നത്ത് കിഫായത്താണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റഹ്മുക്കല്ലാ എന്ന് പറയൽ സുന്നത്തൊന്നുമില്ല. അപ്പോൾ ഒരാൾ തുടർച്ചയായിട്ട് തുമ്മുകയാണെങ്കിൽ 3 വട്ടം മാത്രമേ തസ്മിയത്ത് ചെയ്യേണ്ടതുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും തുമ്മുകയാണെങ്കിൽ ശിഫാവിന് വേണ്ടി ദ്വാരിക്കുക. തുമ്മുമ്പം വായിൽ എന്തെങ്കിലും വെക്കൽ സുന്നത്താണ്. ശബ്ദം പരമാവധി ഹോ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ഒച്ച ഉണ്ടാക്കരുത്. സാധ്യമാകുന്നത്ര ശബ്ദം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ യർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം തരട്ടെ, അള്ളാഹു നിങ്ങളുടെ അവസ്ഥയൊക്കെ നന്നാക്കി തരട്ടെ, ആരോഗ്യമൊക്കെ റാഹത്താക്കി തരട്ടെ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ കോട്ടാവിനെ കുറിച്ച് പറയുന്നുണ്ട്. തസാബുബ് എന്നാണ് കോട്ടുവായിടുക. അത് കഴിയുന്ന വിധത്തിൽ അതിനെ ഒതുക്കാൻ നോക്കണം. ചില ആൾക്കാരൊക്കെ കോട്ടുവായിടുമ്പോൾ ഹോ എന്ന് ഒച്ച ഉണ്ടാക്കി കൊടുക്കും. അത് സുന്നത്തിനെതിരാണ്. റദ്ദു തസാവുബി ത്വാഖത്തുഹു, സാധിക്കുന്ന അത്രേ. അങ്ങനെ കൈ വെച്ചിട്ട് പരമാവധി അതൊക്കെ ഒരു ബോർ ഒഴിവാക്കണം. നമസ്കാരത്തിനാണെങ്കിൽ പോലും കോട്ടുവായിടുമ്പോൾ ഇടത് കൈ വെച്ചിട്ട് എന്ത് ചെയ്യണം? ആരെങ്കിലും വിളിച്ചാൽ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് ഉത്തരം പറയൽ സുന്നത്താണ് എന്നുണ്ട്. ഏതായാലും ജിഹാദിൻ്റെ പാഠം തുടങ്ങുകയാണ്. അപ്പോൾ ഫർദ് കിഫായത്താണ്. ആർക്കാണ് ഫർദ് കിഫായത്ത് എന്നാണ് ഇനി പറയുന്നത്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മർസുഖ്നാ ഇൽമൻ നാഫിഅൻ വഹ്ശുർനാ ഫീ തഹ്ത റിളാക ഫി ജന്നാത്തിൽ ഫിർദൗസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.